അനിരുദ്ധ് രവിചന്ദർ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ മുടിചൂടാ മന്നനായി മാറിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിൽ സംഗീതമൊരുക്കുന്ന അദ്ദേഹം സംഗീത സംവിധായകൻ, ഗായകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിന്റെ ചടുലമായ താളങ്ങളും പുതുമയാർന്ന ഈണങ്ങളും സംഗീതത്തിന്റെ പ്രധാന സവിശേഷതയാണ്. 2012 പുറത്തിറങ്ങിയ 3 എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അനിരുദ്ധ് സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്. ഈ ചിത്രത്തിലെ വൈ ദിസ് കൊലവറടി എന്ന ഗാനം ലോകമെമ്പാടും വലിയ തരംഗമുണ്ടാക്കുകയും അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തനാക്കുകയും ചെയ്തു. പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കാണ് അദ്ദേഹം സംഗീതം നൽകിയത്. അതിൽ പ്രധാനമായും മാരി, വേലൈക്കാരൻ, മാസ്റ്റർ, വിക്രം, ജവാൻ, ലിയോ തുടങ്ങി ഇപ്പോൾ ഇറങ്ങാതിരിക്കുന്ന രജനീകാന്തിന്റെ കൂലി സിനിമയിൽ വരെ അദ്ദേഹത്തിന്റെ സംഗീതമാണുള്ളത്. അനിരുദ്ധ് രവിചന്ദർ ചെയ്യുന്ന പാട്ടുകളൊക്കെ ഹിറ്റായി മാറുകയാണ്. ഇറങ്ങാനിരിക്കുന്ന കൂലിയിലെ 2 പാട്ടുകളും വൻ ഹിറ്റുകളാണ്. ഇപ്പോഴിതാ അനിരുദ്ധ് രവിചന്ദർ തെലുങ്ക് സിനിമയ്ക്ക് പ്രതിഫലം വർദ്ധിപ്പിച്ചു എന്ന പുതിയ റിപ്പോർട്ടുകളാണ് ചർച്ചയിലായിരിക്കുന്നത്. വിജയ് ദേവരകൊണ്ട നായകനാകുന്ന ചിത്രത്തിന് അനിരുദ്ധ് രവിചന്ദർ വാങ്ങിക്കുന്ന പ്രതിഫലമാണ് ചർച്ച. കിങ്ഡം എന്ന ചിത്രത്തിനായി 12 കോടി രൂപയാണ് അനിരുദ്ധ് രവിചന്ദർ പ്രതിഫലം വാങ്ങിക്കുന്നത്. നിലവിൽ 15 കോടിയാണ് തെലുങ്ക് സിനിമയ്ക്കായി അനിരുദ്ധ് ആവശ്യപ്പെടുന്നത്. പശ്ചാത്തല സംഗീതത്തിനായി അനിരുദ്ധ് രവിചന്ദർ സമയം അധികമെടുത്തതിനാലാണ് കിങ്ഡം വൈകിയതും എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്തൊക്കെയായാലും അനിരുദ്ധ് ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്തി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സംഗീതം ഇന്നും പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നു.